നമസ്തേ. ആത്മീയ പാതയിലൂടെ നടക്കുന്ന വ്യക്തിത്വങ്ങൾ എന്തുകൊണ്ടാണ് നിശബ്ദതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിശബ്ദത ഇത്ര വിലപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സൈലൻസ് വേഴ്സസ് നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ നിശബ്ദതയും അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങും രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാകുന്നത്. ഒന്നാമതായിട്ട്, നമ്മൾ സൈലൻസിലായിരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ല, വേറെ ശബ്ദങ്ങളില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഈ സൈലൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്ന നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഭൗതികമായിട്ട് പോയിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മറ്റു പല കാര്യങ്ങളിൽ നിന്നും നമുക്കൊന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ച്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ്, ഞാൻ എന്താണ്, എൻ്റെ ആത്മാവ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ അസ്തിത്വത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീപ്പായിട്ടുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു കൃത്യത, വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നെറ്റ്വർക്കിങ്ങിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഐസൊലേഷൻ ഇല്ലാതെ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടുകൊണ്ടും ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മളെ തന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ പ്രധാനമായിട്ടും റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ വേറൊരു പേഴ്സൺ, അല്ലെങ്കിൽ വേറെ വ്യക്തികൾ, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പല ഡിസ്ട്രാക്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ക്ലാരിറ്റി കിട്ടുന്നതിന് പകരം നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആയി മാറാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ടാണ് ആത്മീയമായിട്ട് പോകുന്ന വ്യക്തികൾ, അവർക്ക് ക്ലാരിറ്റിയാണ് പ്രധാനം, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ല, ഇങ്ങനെ സൈലൻസിനെ ചൂസ് ചെയ്യാനുള്ള കാരണം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നോക്കുമ്പോൾ എല്ലാ ആളുകൾക്കും, അല്ലേ, ഇൻസ്റ്റഗ്രാമിലൊക്കെ 1000 ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ അതൊരു കുറവാണെന്നാണ് പുതിയ തലമുറയിൽപ്പെട്ട പല ആൾക്കാരും വിചാരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഇന്ന് എല്ലാ ആൾക്കാർക്കും ഏകദേശം 5000-ൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫോളോവേഴ്സ് ആക്കി മാറ്റുവാണ്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കുവാണെങ്കിലും, വാട്സപ്പ്, നിങ്ങളെ ഫോണ് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന 99.9% ആൾക്കാരുടെ ഫോണിലും എങ്ങനെ പോയാലും ഒരു 100, 200 അതിന് മുകളിലോ കോൺടാക്ട്സ് ഉണ്ടാവും. ചിലത്തിൽ 1000 അതിന് മുകളിലേക്കും ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിലുള്ള അതിൽ എത്ര പേര് നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള ബന്ധം എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കോൺടാക്ട്സ് ഉള്ളവനും 5000 കോൺടാക്ട്സ് ഉള്ളവനും ഒക്കെ ഒരു 10ലോ 5ലോ താഴെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത്ര അടുത്ത സുഹൃത്തുക്കളായിരിക്കും. വളരെ കുറഞ്ഞ ബന്ധങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം നെറ്റ്വർക്കിങ്ങിനേക്കാളും പവർഫുള്ളാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആത്മീയമായിട്ട് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അവർ ഓൾറെഡി ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്വഭാവമുള്ള ആളുകളാണ്. മറ്റുള്ളവരെ ഇട്ടെറിഞ്ഞ് പോകുന്ന ഡിറ്റാച്ച്മെൻ്റ് അല്ല. ഞാൻ വേറെ വീഡിയോകളിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന വാല്യുബിൾ ആയിട്ടുള്ള ബന്ധത്തിനെ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. ഹൂ ഈസ് യൂസിങ്, ആരാണ് ഉപയോഗിക്കുന്നത്, ആരാണ് അനാവശ്യമായിട്ട് സമയവും എനർജിയും കളയുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഈ ആത്മീയതയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. 1000-നേക്കാൾ 1:1000 എന്ന് പറഞ്ഞ അവസ്ഥ, അതായത് ആ ഒന്നാണ് പ്രധാനം എന്നുള്ളതാണ്. ചിലപ്പോൾ 1-2 ബന്ധങ്ങൾ എന്നുള്ളത്. പല ആൾക്കാരും പറയുന്നുണ്ട് നെറ്റ്വർക്ക് ബിൽഡ്സ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുകയാണ്, എല്ലാ നെറ്റ്വർക്കുകളിൽ കാണുന്ന എല്ലാ ബന്ധങ്ങളും ഓപ്പർച്യൂണിറ്റി അല്ല എന്നുള്ളതാണ്. പലപ്പോഴും അത് ഡിസ്ട്രാക്ഷൻസ് ആണ്, പലപ്പോഴും അത് ടൈം കളയുന്ന അവസ്ഥയാണ്, പലപ്പോഴും അത് എനർജി വേസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി അറിയാം, നിങ്ങളുടെ അടുത്തേക്ക് പല ബിസിനസ്സുകളായിട്ടും പല പരിപാടികളായിട്ടും നിങ്ങളെ വീഴ്ത്താനും അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ചേർക്കാനൊക്കെ ആയിട്ട് പല ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ എത്ര പേരെടുത്ത് നിങ്ങൾ നിന്ന് കൊടുത്തിട്ടുണ്ട്? നിങ്ങൾക്ക് അത്രയും മെച്ചമുണ്ടെന്ന് തോന്നുന്നതായിട്ടുള്ള അവസ്ഥകളിൽ നിങ്ങൾ നിന്ന് കൊടുത്തിട്ടുള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയാലുള്ള അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കും. നമ്മൾ 1000 പേരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താലും ചിലപ്പോൾ അതിൽ 1-2 പേരെ കണ്ടെത്താനായിട്ട് ഈ 1000 പേരെ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമ്മൾക്ക് വേണ്ട ആൾക്കാർ നമ്മളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നതാണ്. അതിനുള്ള പല കാര്യങ്ങളും മുൻപുള്ള പല വീഡിയോകളിലും വിശദീകരിച്ചുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റി അല്ല, പലതും ഡിസ്ട്രാക്ഷൻ ആകാനുള്ള സാധ്യത വളരെ അധികമാണ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സൈലൻസ് നമ്മുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ടൂ മച്ച് സോഷ്യലൈസേഷൻ, നമ്മൾ ഒരുപാട് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കാരണമാകുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു ദിവസം 2-3 പേരെ കണ്ടുള്ളൂ, അവർ നമ്മുടെ ഏറ്റവും അടുത്ത നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ്, അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി ഗെയിൻ ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ നിങ്ങൾക്ക് അത്രയും അറിയത്തില്ലാത്ത ഒരുപാട് പേരുമായിട്ട് ഇടപെടുന്നതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇപ്പം ചില ആളുകൾ ഇൻട്രോവേർട്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആരുമായിട്ട് തന്നെ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത്.
പക്ഷേ വ്യക്തിത്വത്തിനനുസരിച്ച് ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ഒക്കെ മാറി മറിഞ്ഞിരിക്കും. എന്തു തന്നെയാണെങ്കിലും ഒരുപാട് ടൂ മച്ച്, എന്തും അമിതമാകുന്ന പ്രശ്നമാണ്. ടൂ മച്ച് സോഷ്യലൈസേഷൻ ഈസ് ഈക്വൽ ടു എനർജി ഡ്രെയിൻ എന്ന സൈലൻസിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആത്മീയതയിലൂടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സൈലൻസ് ആണ് അവരുടെ റീചാർജ് എന്നുള്ളതാണ്. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവറാണ്. സൈലൻസിലായിരിക്കുന്ന സമയത്ത് ആളുകൾ വളരെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. എന്നാൽ നെറ്റ്വർക്കിലായിരിക്കുന്ന സമയത്ത് വേറെ വ്യക്തികൾ ഇൻവോൾവ് ആയതുകൊണ്ട് അവിടെ വാലിഡേഷൻ വേണം, അവിടെ അപ്രൂവൽ വേണം, അവിടെ കൺവിൻസിങ് വേണം. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, പെർഫോമറായിട്ട് മാറുകയാണ്. ഒരു ഒബ്സർവർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പെർഫോമറായിട്ട് മാറുന്ന സമയത്ത് റിയൽ ഒബ്സർവേഴ്സ് ഈ പെർഫോമേഴ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം നിങ്ങളൊരു ഒബ്സർവർ ആകണോ, നിങ്ങളൊരു പെർഫോമർ ആകണോ, ആരാണ് അവിടെ പവർഫുൾ എന്നുള്ളത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആത്മീയതയിലേക്ക് പോകുന്ന സമയത്ത് പ്രിഫർ ചെയ്യുന്നത് പലപ്പോഴും പെർഫോമർ ആകുന്നതിന് പകരം ഒബ്സർവർ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് ആളുകളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈ ഒബ്സർവേഷനിൽ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിയൽ വാല്യൂ അട്രാക്ട്സ് റിയൽ ആയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിലുള്ള മൂല്യം എന്ന് പറയുന്നത് നിലനിർത്തുകയാണെങ്കിൽ നമ്മളിലേക്ക് വേണ്ടവർ നമ്മളിലേക്ക് എത്തും. ഇപ്പോൾ ഒരു ബൾബ് കത്തുന്ന സമയത്ത് അവിടെ ഈയാമ്പാറ്റകൾ വരുന്നു എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാക്കി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ അതായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടവർ നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ്. ആക്സസ് കുറയുന്ന സമയത്ത് പീസ് ആണ് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്, സമാധാനമാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. ആക്സസ് കുറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുന്നതാണ്. മൈൻഡ് ക്ലിയർ ആവുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിസിഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാമായിട്ടുള്ളൊരു മൈൻഡ് ഈസ് ഈക്വൽ ടു ബെറ്റർ ഡിസിഷൻസ് എന്നാണ് പറയുന്നത്. ശാന്തമായിട്ടുള്ള മനസ്സാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന എന്തുകൊണ്ടാണ് ആത്മീയതയിലൂടെ നടക്കുന്ന സമയത്ത് സൈലൻസിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് ഈ പോയിന്റുകളെന്ന് വിചാരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.